ഇതാണ് രാഷ്ട്രീയമുള്ള ഡോക്യുമെന്റ്. ആരുടെ രാഷ്ട്രീയം? വലതുപക്ഷ നവലിബറൽ രാഷ്ട്രീയം അപ്പാടെ അജണ്ടയാക്കിയ, അന്തസത്തൊക്കെ ആയാക്കിയ ഒരു മുന്നണിയുടെ രാഷ്ട്രീയ രേഖയാണത്. നിർമ്മല സീതാരാമൻ എന്ത് വഴിയാണോ സ്വീകരിക്കുന്നത് അതേ വഴി സ്വീകരിക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ മാർഗം എന്ന് തെളിയിക്കുന്നതിനുള്ള ന്യായീകരണ പത്രികയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അൺബണ്ടിലിംഗ് ഓഫ് ദ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. പട്ടുകോണകമാണെന്ന് പറഞ്ഞ, പാഴ്വേലയാണെന്ന് പറഞ്ഞ, പകൽക്കിനാവാണ് എന്ന് പറഞ്ഞ കിഫ്ബി ഒരു റിയൽ ബോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻ ആയിരുന്നുവെന്നും ദാറ്റ് ഹാസ് ഫിനാൻസ് സിഗ്നിഫിക്കന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ് എന്നും എഴുതി വെച്ച ഡോക്യുമെന്റ് ആണ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് കൺസോൾഡേറ്റ് ചെയ്യപ്പെടുകയാണ്, ദൃഢീകരിക്കപ്പെടുകയാണ്. അപ്പൊ ഇതുവരെ പ്രചരിപ്പിച്ചിരുന്ന ഒരു ഫോൾസ് നരേറ്റീവിന് ഈ ഡോക്യുമെന്റിന്റെ കണക്കുകൾ തന്നെ മറുപടി പറയുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിലവിലുള്ള ധനസ്ഥിതി സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ സതീശൻ നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. ഇതിന് രണ്ട് തരത്തിലാണ് പൊതുവായിട്ട് വിലയിരുത്താൻ കഴിയുന്നത്. ഒന്ന്, അതിൻ്റെ അടിസ്ഥാന കണക്കുകൾ വിശദമായി പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിനും അതിനു മുന്നോടിയുമായും കേരളത്തിൽ ശ്രീ സതീശന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ധനകാര്യത്തെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണോ അതിനെ അടിസ്ഥാനപരമായി പൊളിക്കുന്ന കണക്കുകളും ആർഗ്യുമെന്റ്സ് സംഗതികളുമാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ്. എന്നാൽ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ചില ഫോൾസ് നരേറ്റീവ്സ്, ആ ഫോൾസ് നരേറ്റീവ്സ് സാധൂകരിക്കുന്നതിനായിട്ട് കണക്കുകളിൽ തിരിമറി, ആ കണക്കുകളുടെ വ്യാഖ്യാനത്തിൽ തിരിമറി, അതിൻ്റെ പ്രസന്റേഷനിൽ തിരിമറി എന്നിവയെല്ലാം അതിനകത്ത് നമുക്ക് കാണാം. അത് ഞാൻ പറയാം. രാഷ്ട്രീയമായി എങ്ങനെയാണ് ഈ ഒരു ഡോക്യുമെന്റ് ധനസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ അടിസ്ഥാനപരമായിട്ടൊരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. ആ രാഷ്ട്രീയ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്വീകരിക്കാൻ പോകുന്ന ധനതന്ത്രം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളാണ് അതിനകത്തുള്ളത്. അതെല്ലാം ഒന്നൊഴിയാതെ സൂചിപ്പിക്കുന്നത് കറകളഞ്ഞ നവലിബറൽ നയങ്ങളുടെ ലേക്ക് എത്തിക്കുന്നതിനുള്ള ന്യായീകരണം ചമയ്ക്കലാണ് എന്നുള്ളതിന് യാതൊരു സംശയവും. ഇത് രണ്ടുമാണ് അതിനെക്കുറിച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളതും പൊളിറ്റിക്കലായിട്ടുള്ള ടേക്ക് എന്ന് പറയുന്നത്. ചില തെറ്റായിട്ടുള്ള പെട്ടെന്ന് ആളുകളെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അദ്ദേഹം ആളുകളെ പെട്ടെന്ന് പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്ന ചില കണക്കുകൾ, അതിന് വസ്തുതയുമായി ബന്ധമുണ്ടാവണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് എന്ന് തോന്നിയിട്ടില്ല. അദ്ദേഹം പറയും. ഇപ്പൊ ഉദാഹരണത്തിന് ബാലഗോപാൽ 26-27 സാമ്പത്തിക വർഷത്തിന് വേണ്ടിയിട്ട് ഒരു ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്. ആ ബഡ്ജറ്റിനകത്ത് വരുമാന കണക്കുകൾ ചെലവുണ്ട്, ഇതാണല്ലോ ബഡ്ജറ്റ്. അതിൽ വരുമാന കണക്കുകളിൽ സെൻട്രൽ ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ റവന്യൂ വരുമാനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. നമ്മൾ തന്നെ പിരിക്കുന്ന വരുമാനവും യൂണിയൻ സർക്കാർ അവരുടെ വിഹിതമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതായിട്ട് തരുന്നത്. അപ്പോൾ ആ സെൻട്രൽ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നതിനകത്ത് 20,000 കോടി രൂപയുടെ കുറവ് വരുമെന്ന് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് 20,000 കോടി രൂപ അധിക വരുമാനം എന്ന കള്ളക്കണക്ക് വെച്ചാണ് ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അറിയാം ഇതെല്ലാം പൊളിഞ്ഞു വീഴാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഒന്ന്, 15ാം ധനകാര്യ കമ്മീഷന്റെ അവസാനവും 16ാം ധനകാര്യ കമ്മീഷന്റെ തുടക്കം മുതലാണ് 26-27 വർഷം തുടങ്ങുന്നത്. 16ാം ധനകാര്യ കമ്മീഷന് കേരളത്തിന് എത്ര തരണം എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ അവാർഡ് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് കിട്ടേണ്ട ഫെയർ ഷെയർ ആണ്. ആ ഫെയർ ഷെയർ എന്തായിരിക്കണം? നമ്മളുടെ പോപ്പുലേഷന്റെ ഷെയർ ആവാം, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വൾണറബിലിറ്റീസിന്റെ ഷെയർ ആവാം. അപ്പോൾ അതുകൊണ്ട് ന്യായമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വർധനവുണ്ട്. ആ വർധനവ് വെച്ചിട്ടല്ലാതെ ബഡ്ജറ്റ് അനുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ആ ബഡ്ജറ്റ് അനുമാനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ 20,000 കോടി രൂപ. എന്നാൽ യഥാർത്ഥത്തിൽ ഫിനാൻസ് കമ്മീഷൻ അവാർഡ് വന്നപ്പോൾ 20,000 കോടി രൂപ കുറഞ്ഞു. ആ 20,000 കോടി രൂപ കുറഞ്ഞു എന്നുള്ളതൊക്കെ ആത്യന്തികമായി തീർപ്പ് കൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള ഷെയർ ആണ് ഇപ്പോൾ പറയുന്നത്. അതായത് നികുതി വരുമാനത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം എത്ര എന്ന് നിർണയിച്ചിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളുടെ നികുതിയിൽ ഓരോ സംസ്ഥാനത്തിനും എത്രയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് വെച്ച് ഉണ്ടായേക്കാവുന്ന നികുതി പിരിവിൽ ഇത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ഇൻഡിക്കേറ്റീവ് ആണ്. ഈ നികുതി വർദ്ധിച്ച കൂടൂലേ? ഇനി ബഡ്ജറ്റിനകത്ത് വെക്കുന്ന അനുമാനങ്ങളും ആക്ച്വൽ ബഡ്ജറ്റ് ഔട്ട്കമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നടാടെ ഉണ്ടാവുന്നതാണ്.
നാടെ ഉണ്ടാവുന്നതാണ്. ഉദാഹരണത്തിന് 2025-26 ഗ്രാൻഡ് എയ്ഡായിട്ട് യൂണിയൻ സർക്കാരിന്റെ ഗ്രാൻഡ് എയ്ഡായിട്ട് നമ്മൾ ബജറ്റിൽ പ്രതീക്ഷിച്ചത് 14,000 കോടി രൂപയാണ്. യഥാർത്ഥത്തിൽ കിട്ടിയത് 7,000 കോടി രൂപയാണ്. അപ്പോ ബഡ്ജറ്റ് തകടം പറഞ്ഞു ഇല്ല. ഈ മാനേജ്മെന്റ് ആണ് ബഡ്ജറ്റ് മാനേജ്മെന്റ്, ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ 20,000 കോടി രൂപ കുറഞ്ഞു, അതുകൊണ്ട് ഇത് മഹാ കള്ളത്തരായിരുന്നു, ഏതൊരു അപരാധം ചെയ്തതാണ്, അല്ല നമുക്ക് ഫെയർ ഷെയർ കിട്ടത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവാർഡിന് മുമ്പേ നിൽക്കണമായിരുന്നു. എന്നിട്ട് ഈ 20,000 കോടി കുറഞ്ഞതിനെ കുറിച്ച് ബഡ്ജറ്റ് ധവളപത്രം പോലൊരു ഡോക്യുമെന്റിനകത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? അത് മൊത്തം പ്ലാൻ, അതായത് ആസൂത്രണ ബോർഡ് നടപ്പിലാക്കുന്ന പ്ലാനിന്റെ സൈസ് 32,000 കോടി രൂപയാണ്. അതിൽ 20,000 കോടി കുറയാൻ പോവുകയാണെന്നാണ്. എന്തൊരു തെറ്റായ പ്രചരണമാണിത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓവറോൾ ബഡ്ജറ്റിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ 20,000 കോടി രൂപ കുറയുമെന്നിരിക്കട്ടെ, കുറയുമെന്നില്ല, അത് പ്ലാനിലാണ് കുറയുക എന്ന് ആര് പറഞ്ഞു? അതാരെ തീരുമാനിക്കട്ടെ? അത് തീരുമാനിക്കേണ്ടത് സതീശനാണ്, അത് തീരുമാനിക്കേണ്ടത് UDF സർക്കാരാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാരാണ്. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു ഇത് പ്ലാനിലാണ് കുറയ്ക്കാൻ പോകുന്നത്. അപ്പോ മുൻകൂട്ടി പ്ലാൻ സൈസ് കട്ട് ചെയ്ത്, ആ പ്ലാൻ സൈസ് കട്ട് ചെയ്തിട്ട് ഇവർ ഈ നാട്ടിലെങ്ങും കേട്ടിട്ടില്ലാത്ത ചില ഗ്യാരണ്ടികൾ കൊടുത്തതിന് ഫിനാൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രമാണ് ഈ ഇന്നത്തെ ആ 20,000 കോടി രൂപയുടെ കണക്ക്. 20,000 കോടി രൂപ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറയുമെന്ന് ഇപ്പോൾ ഉറപ്പില്ല. ഒന്ന് കുറഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിന് വേറെന്തെല്ലാം വഴിയുണ്ട്. 20,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ 2.25 ലക്ഷം കോടി രൂപ ബഡ്ജറ്റിനകത്താണെന്ന് മനസ്സിലാക്കണം, ആഫ്റ്റർ ഓൾ നമ്മുടെ ബഡ്ജറ്റ് സൈസിന്റെ. അപ്പോ തങ്ങൾ പിന്തുടരാൻ പോകുന്ന ചില കേരളത്തിന് യോജിക്കാത്ത, കേരളത്തിന്റെ വികസന വഴികൾക്ക് യോജിക്കാത്ത ധനതന്ത്രത്തിന് ന്യായീകരണം ചമയ്ക്കുന്നതിനുള്ളൊരു ശ്രമമാണ് ഈ ഡോക്യുമെന്റിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാര്യം കൂടി ജനറലായിട്ട് പറയേണ്ടതുണ്ട്, അത് പിന്നീട് വിശദമായിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അത് 2 കാര്യങ്ങളാണല്ലോ കേരളത്തിലെ ധനകാര്യത്തെ സംബന്ധിച്ച് കൊട്ടിഘോഷിക്കപ്പെട്ടുകൊണ്ട് സർക്കാരിനെതിരെ, അന്നത്തെ സർക്കാരിനെതിരായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, കേരളം കടം കൊണ്ട് മുടിയുന്നൊരു സംസ്ഥാനമാണ്. എന്താണ് ഡോക്യുമെന്റ് പറയുന്നത്? ഈ ഡോക്യുമെന്റ് പറയുന്നത് എന്താണ്? 2020-21 കേരളത്തിന്റെ ബജറ്റിന്റെ, കേരളത്തിന്റെ കടം ആഭ്യന്തര വരുമാന അനുപാതം ഈ ഡോക്യുമെന്റിന്റെ എക്സിക്യൂട്ടീവ് സമ്മറി പറയുന്നത് 40.3 ആണെന്നാണ്. എന്നാൽ അതിന്റെ വിശദമായിട്ടുള്ള ചാപ്റ്റർ 7-നകത്ത് ഇത് പറയുന്നത് 38.4 ആണെന്ന്. എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ തന്നെ 1.5% വ്യത്യാസമുണ്ട്. വാസ്തവത്തിൽ അത് 38.5 ആണ്. AGയുടെ ഓഡിറ്റഡ് കണക്കനുസരിച്ചിട്ട് 38.5 ആണ്. അത് വന്ന് 2025-26 ആയപ്പോഴത്തേക്ക് എത്ര എത്തി? 33.18 ആയില്ലേ? 33.8 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് കൺസോൾഡേറ്റ് ചെയ്യപ്പെടുകയാണ്, ദൃഢീകരിക്കപ്പെടുകയാണ്. അപ്പൊ ഇതുവരെ പ്രചരിപ്പിച്ചിരുന്ന ഒരു ഫോൾസ് നരേറ്റീവിന് ഈ ഡോക്യുമെന്റിന്റെ കണക്കുകൾ തന്നെ മറുപടി പറയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. കേരളത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ കടം GDP അനുപാതം ഏറ്റവും ഉയർന്നു നിന്ന വർഷം 2004 മാർച്ച് 31. ആരാ കേരളം ഭരിച്ചുകൊണ്ടിരിക്കണേ? UDF ആണെന്നേ. 42%, 43%. 42% കടം GDP അനുപാതം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് പബ്ലിക് അക്കൗണ്ട്, അതായത് ട്രഷറിയിലെ നിക്ഷേപം സഞ്ചിത കടത്തിന്റെ ഭാഗമായി കണക്കാക്കിയിരുന്നില്ല. ഇന്ന് പക്ഷെ അതും കൂടെ കണക്കാക്കിയിട്ടാ. എന്ന് പറഞ്ഞാൽ പെൻഷൻകാരുടെ ട്രഷറി നിക്ഷേപിക്കുന്നത്, സേവിങ്സ് ബാങ്കിന്റെ ഭാഗമായിട്ട് ട്രഷറിയിൽ വരുന്ന നിക്ഷേപം, ഇതെല്ലാം നമ്മൾ ബഡ്ജറ്റിൽ നിന്നും സർവീസ് ചെയ്യുന്ന കടങ്ങളല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഒരു അക്കൗണ്ടിങ് പാറ്റേൺ മാറിയത് മൂലം അതും കേരളത്തിന്റെ സഞ്ചിത ബാധ്യതയുടെ അകത്ത് പെടുന്നതാണ്. ഇപ്പോൾ അതും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് 38.5 ആവുന്നത്. പക്ഷേ 2004 UDFന്റെ കാലത്തെ 42 എന്ന് പറയുന്നത് ഈ ട്രഷറി ബാധ്യത ഉൾക്കൊള്ളാതെയാണ്. അതും കൂടെ കണക്കാക്കി നോക്കിയാൽ അന്നത്തെ കടം GDP അനുപാതം എന്ന് പറഞ്ഞാൽ 45% കുറഞ്ഞത് വരും. എന്നിട്ട് കേരളം തകർന്നുപോയോ? കേരളം തകർന്നോ? എന്നിട്ട് ആ നെറേറ്റീവ്, അപ്പൊ അത് പൊളിഞ്ഞില്ല. അതായിരുന്നു ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നെറേറ്റീവ് എന്താണ്? കിഫ്ബി എന്ന് പറയുന്നത് ശ്രീ സതീശന്റെ വാക്യം പറഞ്ഞാൽ പട്ടുകോണകമാണ് എന്നുള്ളതാണ്. പട്ടുകോണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കൊള്ളാം, പക്ഷെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, സാധാരണ കോണകം പോലെ തന്നെ ഉള്ളൂ എന്നാണല്ലോ അതിനർത്ഥം. പക്ഷെ എന്താണെന്നറിയാമോ? ആ ഡോക്യുമെന്റിന്റെ എക്സിക്യൂട്ടീവ് സമ്മറിയുടെ അകത്ത് കിഫ്ബിയെ കുറിച്ചിട്ട് പറയുന്ന പരാമർശം അതേപോലെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാവരും അറിയേണ്ടതാണ്. കിഫ്ബി വാസ് എ ബോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻ ആൻഡ് വാസ് an attempt to create a professionally managed market facing infrastructure financier
that could bypass the fiscal constraints binding on the state budget. Over 9 years, it has built real organizational capacity, financed significant infrastructure, and pioneered quality, sustainability, and digital management practices that the state government would do well to retain. എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ, പട്ടുകോണകമാണെന്ന് പറഞ്ഞ, പാഴ്വേലയാണെന്ന് പറഞ്ഞ, പകൽക്കിനാവാണ് എന്ന് പറഞ്ഞ കിഫ്ബി ഒരു റിയൽ ബോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നവേഷൻ ആയിരുന്നു എന്നും ദാറ്റ് ഹാസ് ഫിനാൻസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ് എന്നും എഴുതി വെച്ച ഡോക്യുമെന്റ് ആണ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ പരം ഒരു അംഗീകാരം, ഇതിൽ പരം കഴിഞ്ഞ 10 വർഷക്കാലം കേരളം പെർസ്യൂ ചെയ്ത ഒരു ധനനയമുണ്ട്, ഒരു വികസന തന്ത്രമുണ്ട്. ആ വികസന തന്ത്രം എന്ന് പറയുന്നത് കേരളത്തിന് മുന്നോട്ടുള്ള പോക്കിനകത്ത് നവവ്യവസായങ്ങൾ, സൂര്യോദയ മേഖലയിൽ നിക്ഷേപം വരണം, അതിന് ഒരുപാട് തരം കണക്ടിവിറ്റികൾ വേണം, ഒരുപാട് തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ് വേണം. കേരളത്തിന്റെ ധനകാര്യം ദീർഘകാലാടിസ്ഥാനത്തിൽ നേരിട്ടുകൊണ്ടിരുന്നൊരു ചലഞ്ചാണ് ഹൗ ടു ഫിനാൻസ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് എന്നുള്ളത്. അതിന് ഉത്തരം കണ്ടുപിടിക്കുകയായിരുന്നു കഴിഞ്ഞ 2 LDF സർക്കാരുകൾ. ആ LDF സർക്കാരുകളുടെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ബോൾഡ് സ്റ്റെപ്പിനെ ഇത്രയും കാലം പഴി പറഞ്ഞുകൊണ്ടിരുന്നു. ഏതൊരു UDF പ്രവർത്തകനാണ്, UDFിലെ ഏതൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിയുടെ ആളാണ് കിഫ്ബി ആക്ഷേപിക്കാതിരുന്നിട്ടുള്ളത്? ഏതൊരു നേതാവാണ് കിഫ്ബിയെ കുറിച്ച് ഭള്ളു പറയാതിരുന്നിട്ടുള്ളത്? അവരിറക്കിയ ഡോക്യുമെന്റിനകത്തല്ലേ പറയുന്നത് ഇറ്റ് വാസ് എ ബോൾഡ് ഇൻസ്ട്രുമെന്റ് ബൈ വിച്ച് എ സിഗ്നിഫിക്കന്റ് expenditure of infrastructure has been done, which the government should retain. നിലനിർത്തണം. ഇതല്ലേ മലയാളം. ഇതിൽ പരം കഴിഞ്ഞ 10 കൊല്ലത്തെ കേരളത്തിലെ ധനനയത്തിനും കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള വികസന കാഴ്ചപ്പാടിനും ഒരു അംഗീകാരം ലഭിക്കാനുണ്ട്. അപ്പോ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതെല്ലാം കണക്കുകൊണ്ട് പൊളിയുന്നു. വസ്തുതകളുടെ വളച്ചൊടിക്കൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ നരേറ്റീവുകളെല്ലാം പൊളിഞ്ഞു വീഴുന്നു. ഇതാണ് ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത്. നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ ധവളപത്രത്തിൽ പരാമർശിക്കുന്ന 1-2 വിമർശനങ്ങളുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് തോന്നുന്നത് ഈ കഴിഞ്ഞ കാലയളവിൽ കിഫ്ബി അംഗീകാരം കൊടുത്തതിൽ 20% തുകയും കണ്ണൂർ ജില്ലയ്ക്കെന്നാണ്. പിന്നാലെ തിരുവനന്തപുരം, എറണാകുളമൊക്കെ വരുന്നുണ്ട്. ആകെ പകുതിയോളം തുക ഈ 3 ജില്ലയ്ക്കുമായിട്ടാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇത് മറ്റ് സാമ്പത്തിക വികസന സൂചികകളിലൊന്നും ഇതിനെ ന്യായീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ പറയാ, ഇത്രയും ഗൗരവമുള്ളൊരു ഡോക്യുമെന്റ് പരദൂഷണത്തിന്റെ സ്വഭാവം കൈവരിക്കുന്നതിന്റെ ഒരു രീതിയാണ് ഈ കാണുന്നത്. അതായത് കിഫ്ബി അനുവദിച്ച പദ്ധതികളിൽ 19% കണ്ണൂരിലാണെന്നും അതിൽ ചെലവഴിച്ച തുകയുടെ 17% കണ്ണൂരിലാണെന്നും പറയുന്നു. അടുത്തത് തിരുവനന്തപുരത്തെ കുറിച്ചാണ്, അടുത്തത് എറണാകുളത്തെ കുറിച്ചാണ്. അപ്പോൾ ദിസ് ഈസ് എ റീജിയണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് യാതൊരു ന്യായീകരണവും ഇല്ല. എന്താണ് ഈ കണ്ണൂരിന്റെ പ്രത്യേകത? പിണറായി വിജയന്റെ ജില്ലയാണെന്നുള്ളതാണ്. ഇതാണ് പറയുന്നത്. ഇത്തരം ഒരു ഡോക്യുമെന്റിൽ ഇത് ചെയ്യാൻ കൊള്ളാവുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതേ ഡോക്യുമെന്റിൽ തന്നെ 17 കഴിഞ്ഞാൽ പിന്നെ 15% പാലക്കാടാ. അതെന്താ പറയാത്ത? ഗുമ്മില്ല, ഒരു ഗുമ്മില്ല. പാലക്കാട് പറഞ്ഞ ഒരു ഗുമ്മില്ല. പാലക്കാട് ഒരു പിന്നാക്ക ജില്ലയല്ലേ, പട്ടിക വിഭാഗങ്ങൾ ഏറെയുള്ള ജില്ലയല്ലേ, അല്ലേ? ട്രൈബ്സ് ഏറ്റവും കൂടുതലുള്ള ജില്ലയല്ലേ? അവിടെ 15% ചെലവഴിച്ചല്ലോ. അപ്പൊ അതെന്താ പറയാത്ത? അതിന് ഗുമ്മില്ല. കാരണം മറ്റത് പിണറായി വിജയന്റെ ജില്ലയിൽ എന്താ വെച്ചാൽ. പക്ഷെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതെന്തുകൊണ്ടാണ്? കണ്ണൂർ എയർപോർട്ട് വന്നു. കണ്ണൂർ എയർപോർട്ടിന് ചുറ്റുമായിട്ടുള്ള ഒരു ഗ്രോത്ത് സെന്ററിന് വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കുന്നു. ആ ഭൂമി ഏറ്റെടുക്കൽ ചെലവ് കിഫ്ബിയിൽ നിന്നാണ് മുതൽമുടക്കിയത്. പാലക്കാട് എന്തുകൊണ്ടാണ് 15% വന്നത്? പാലക്കാട് 15% വരുന്നത് കൊച്ചി, പാലക്കാട്, കോയമ്പത്തൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിനുള്ള ഭൂമി ഏറ്റെടുക്കൽ കിഫ്ബി എന്നാണ് ഫിനാൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ പണം വരുന്നത്. തിരുവനന്തപുരത്ത് എന്താ വരുന്ന? വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. 3, എനിക്ക് എൻ്റെ ഒരു ഊഹമാണ്, അതിന് കൃത്യം എനിക്കറിയില്ല, നമ്മുടെ ദേശീയപാത 66 വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഏതാണ്ട് 5860 കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിന് കിഫ്ബി കൊടുത്തിട്ടുണ്ട്. അത് അക്കൗണ്ട് ചെയ്യപ്പെട്ടുള്ള തിരുവനന്തപുരത്തായിരിക്കും. ഇത് 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനത്തെ ഗ്രോത്ത് കോറിഡോർസ് വേണ്ടേ നമുക്ക്? എറണാകുളത്ത് പണം മുടക്കണ്ടേ? എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ഗ്രോത്ത് സെന്റർ അല്ലേ? കണ്ണൂർ അങ്ങനെ ആവണ്ടേ വിമാനത്താവളത്ത്? അല്ലെങ്കിൽ ഇവര് വിമാനത്താവളം വന്നിട്ട് എന്താ കാര്യമുള്ളൂ? വിഴിഞ്ഞം വന്നാൽ അവിടെ അങ്ങനെ ഒരെണ്ണം വരണ്ടേ? ഇതിനെ
നിക്ഷിപ്തമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, നിക്ഷിപ്തമായിട്ടുള്ള പരദൂഷണത്തിന്റെ സ്വഭാവത്തിലേക്കുള്ള നിലവാരം താഴ്ന്ന ആരോപണങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഇങ്ങനെയാണ് കേരളത്തിലെമ്പാടും വളരുന്ന പുതിയ നവവ്യവസായങ്ങളുടെ ഒരു വലിയ ശൃംഖല വരിക. ഇതൊരു ഹബ് ആൻഡ് സ്പോക്ക് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. ഇത് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ പരദൂഷണ സ്വഭാവമുള്ള സംഗതികൾ ഇത്തരം ഒരു ഡോക്യുമെന്ററിന് ഉപയോഗിക്കുന്നത് കഷ്ടമാണ് എന്ന് പറയാനുള്ളൂ. ഈ നിലവിലെ ധവളപത്രം സൂചിപ്പിക്കുന്നത് ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകളിൽ നിന്ന് ആക്ച്വൽസിന് വളരെ വ്യത്യാസമുണ്ടെന്നും ഇത് കിഫ്ബിയും മറ്റ് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ചെലവുകൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്തത് കൊണ്ടെന്നാണ് ധവളപത്രം തന്നെ ഇതിനെ വിളിക്കുന്നത് ഫിനാൻഷ്യൽ സ്ലൈറ്റ് ഓഫ് ഹാൻഡ് എന്നാണ്. നമ്മൾ ബഡ്ജറ്റിനകത്ത് ഇത്ര ചെലവ് വരും എന്ന് അനുമാനിക്കുന്നു. ആ ചെലവിനേക്കാൾ കുറവ്, ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ 100 രൂപയെന്ന് കണക്കാക്കി, പക്ഷേ 88 രൂപയെ വന്നുള്ളൂ. അങ്ങനെ ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റും യഥാർത്ഥ ചെലവുകളും തമ്മിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. ബഡ്ജറ്റിന്റെ സാധുതയെ സംബന്ധിച്ച് പരിശോധിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കണക്ക് സാധാരണ ധനകാര്യ പണ്ഡിതന്മാർ പ്ലാൻ എത്ര വെച്ചു, പദ്ധതി എത്ര വെച്ചു, പദ്ധതി എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എത്രയാണ് വെച്ചത്? 31,000 കോടി രൂപ വെച്ചു, 32,000 കോടി വെച്ചു, അതിലെത്ര ചെലവായി എന്നുള്ളത്. അപ്പൊ പ്ലാൻ എസ്റ്റിമേറ്റ്സ് വേഴ്സസ് പ്ലാൻ എക്സ്പെൻഡിച്ചർ, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ, ഇത് എത്ര വന്നു എന്ന് നോക്കുന്നത് പൊതുധനകാര്യത്തിനകത്ത് ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്വാളിറ്റിയുടെ ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആയിട്ടാണ് വെക്കുന്നത്. ഇത് നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് 100% കൂടുതലാണ്. അപ്പോൾ 100% കൂടുതലാണ്. അപ്പോൾ ഉടനെ ഈ കമ്മിറ്റി പറയണു അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. ഇതിന്റെ കാരണം ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ കണക്കാക്കുമ്പോൾ കിഫ്ബിയുടെ ചെലവും കൂടി കണക്കാക്കി എന്നുള്ളതാണ്. ഇതിൽ പരം അസംബന്ധമായൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേറെ ഇല്ല. അതെങ്ങനെ പറ്റും? പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ചെലവഴിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള കണക്ക് ശീർഷകങ്ങളോടെ ചെലവഴിക്കുന്ന പണമല്ലേ. ആ കണക്ക് സംസ്ഥാന സർക്കാരിന്റെ വരവും ചെലവുമായിട്ട് കണക്കാക്കുന്ന ആഡിറ്റ് ചെയ്യപ്പെടുന്ന കണക്കല്ലേ. അതിനകത്ത് കിഫ്ബിയുടെ ചെലവ് എങ്ങനെയാ വരണം? കിഫ്ബിയുടെ ചെലവ് വേറെയാണ്. അത് പ്ലാൻ എക്സ്പെൻഡിച്ചറിനകത്തില്ല. ആ പ്ലാൻ എക്സ്പെൻഡിച്ചറിനകത്തില്ല. പക്ഷെ അത് വന്നത് കൊണ്ടാണ് കൂടി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര കൺകെട്ട് വിദ്യയാണ്. ഏത് ഈ 100% എന്നുള്ളത് 108% കള്ളമാണ്. അവിടെ പറയുന്നത് കള്ളമാണ്. രണ്ടാമത്തെ കാര്യം, ഇനി ഇത് കിഫ്ബിയുടെ എക്സ്പെൻഡിച്ചർ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ എക്സ്പെൻഡിച്ചറിനകത്ത് വരത്തില്ല എന്ന് പറഞ്ഞാൽ അതിനും പറയാനുള്ള കാരണം എന്താ? ഈ കിഫ്ബി നിയമം 2016 നവംബർ മാസത്തിൽ ഈ നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയതാണ്. അതായത് ബഹുമാനപ്പെട്ട സതീശൻ അദ്ദേഹം ഉൾപ്പെടെ കൈപൊക്കി പാസാക്കിയ നിയമമാണ്. ആ നിയമത്തിനകത്തൊരു വ്യവസ്ഥയാണ് കിഫ്ബി എന്ന് പറയുന്നത്. നികുതി വരുമാനത്തിന്റെ 1% അവർക്ക് കൊടുക്കും. ഏത്? മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ, പെട്രോളിയം സെസിന്റെ. ആ വരുമാനം ആധാരമാക്കി അവർ വായ്പ എടുക്കും. വായ്പ എടുത്താൽ ആ വായ്പ ട്രഷറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് പോകരുതെന്ന് മാത്രമല്ല, ട്രഷറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. നിയമവ്യവസ്ഥയാണ്. കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ നിയമത്തിലെ വ്യവസ്ഥ. എന്തുകൊണ്ടാണത്? കിഫ്ബിയുടെ പഴയ അനുഭവം വെച്ചിട്ടാണ്. കിഫ്ബി ചെയ്യുന്നത് എന്തിനാണ്? ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് രൂപപ്പെടുത്തിയത് 1999. പക്ഷെ അന്ന് വായ്പ എടുത്തപ്പോൾ പക്ഷെ അത് നമ്മുടെ നിത്യനിദാന ചെലവിന് ചെലവഴിച്ച് പോയി. റോഡും ഉണ്ടാക്കില്ല, പാലം ഉണ്ടാക്കില്ല, ഒന്നും പറ്റില്ല. ഈ അബദ്ധം ഇനി പറ്റാൻ പാടില്ല എന്നുള്ളത് നിയമസഭയുടെ കളക്റ്റീവ് വിസ്ഡമാണ്. ആ കളക്റ്റീവ് വിസ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതവിടെ കൊണ്ടുപോകാൻ പാടില്ല. പ്രത്യേക കണക്ക് സൂക്ഷിക്കണം. ഇത് നിയമമല്ലേ. ഈ നിയമത്തിനെതിരെ പറയാൻ ഈ സോക്കാളുടെ എക്സ്പെർട്സിന് എന്താ അവകാശം? നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ നിയമം അമെൻഡ് ചെയ്യപ്പെടാത്തിടത്തോളം കാലം അതിനെതിരായിട്ട് നിയമസഭയിൽ ഒരു റിപ്പോർട്ട് വെക്കാൻ അവർക്ക് എന്താ അവകാശം? നിയമവിരുദ്ധമാണ്, നിയമസഭയോടുള്ള അവഹേളനമാണ്. അതാണ് നിയമവ്യവസ്ഥ. ധവളപത്രത്തിൽ പറയുന്നതനുസരിച്ച് PSCകളുടെ ആകെ നഷ്ടം 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 31,500 കോടിയിൽ നിന്ന് 78,850 കോടിയോളം കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇതിലെ പ്രധാന നഷ്ടം ഉണ്ടാകുന്നതിൽ KSRTC പ്രധാനിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ തന്നെയാണ് പുതുതായിട്ട് KSRTC സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ അനുവദിക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാ നമ്മൾ നോക്കുകയാണ്? ഒന്നതൊക്കെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അവരുടെ പരാമർശം 3 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം പ്രത്യേകം എടുത്താണ് പരാമർശിക്കുന്നത്. ഒന്ന് KSRTC, മറ്റൊന്ന് കേരള വാട്ടർ അതോറിറ്റി, മൂന്നാമത്തത് KSSPL.
ആൾക്കാർക്ക് ആർക്കും അറിഞ്ഞുകൂടെ ഇത് എന്താണെന്നുള്ളത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് പരാമർശിക്കുന്നത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയത് എന്തിനാണ്? എല്ലാ മാസവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാനായിട്ട് നമുക്ക് വേണ്ട തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100 കോടി രൂപ പെർ മന്ത് ആണ്. 1100 കോടി രൂപ എല്ലാ മാസവും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമോ അല്ലെങ്കിൽ 12ാമത്തെ ആഴ്ചയോ നമുക്ക് അത്രയും വരുമാനം ഉണ്ടാവില്ല. ആ വരുമാനം ഉണ്ടാകാതെ ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാ മാസവും കൊടുക്കുക എന്നുള്ളത് മുടങ്ങും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൈവായ്പ മേടിക്കാൻ വേണ്ടി കൈവായ്പ മേടിക്കാൻ സംസ്ഥാന സർക്കാരിന് ഭരണഘടന അനുവാദം നൽകുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ അനുവാദം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ RBI അതെടുക്കണം. ഇത് പറ്റില്ല. അപ്പം സഹകരണ ബാങ്ക് ഇതേ ഡോക്യുമെന്റിനകത്ത് ഒരു പരാമർശമുണ്ട്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ അവരുടെ അനുമാന കണക്കുകൾ പ്രകാരം പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ 1.3 ലാക്സും ഏതാണ്ട് 1.7 ലാക്സ് കേരള ബാങ്കിലും ഉണ്ട് എന്നുള്ളത്. ഇത് കേരളത്തിന് ഉപയോഗപ്പെടുത്തണം. കേരളത്തിന് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക? ഇത്തരത്തിൽ മനുഷ്യരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് മഹാ അപരാധമാണെന്നുള്ള നവലിബറൽ കാഴ്ചപ്പാടാണെന്നേ. അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാല ബാധ്യത ഉണ്ടാക്കിക്കൊണ്ടാണോ? അല്ല. അത് ഇന്ന് മേടിച്ചു, അടുത്ത ആഴ്ച നമ്മുടെ വരുമാനത്തിന്റെ സ്ട്രീം വരുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി. അതൊരു തന്ത്രമാണ്, ഒരു ധനകാര്യ അടവാണ്. ആ ധനകാര്യ അടവ് പ്രയോഗിച്ച് ആളുകൾക്ക് ഇന്നത്തെ പൈസ കൊടുക്കുന്നതിനെതിരായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനിയുടെ പൈസ അവർ നഷ്ടത്തിലാണ്, അത് ലാഭം ഉണ്ടാക്കിയ കമ്പനിയാണെന്ന് ആരാ പറഞ്ഞത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നടങ്കം ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ നവലിബറൽ ക്ലച്ചസ് നിന്ന് മോചിതരാവണം. അല്ലാതെ രക്ഷയില്ല. നിങ്ങൾ KSRTC നഷ്ടത്തിലാക്കും, KSRTC ലാഭത്തിലാക്കി എന്ന് പറഞ്ഞാൽ, ലാഭത്തിലാവുക എന്ന് പറഞ്ഞാൽ അത് നിലനിർത്തിപ്പോണം എന്നുള്ളതിനപ്പുറം പൊതുഗതാഗത മേഖലയിൽ ലോകത്തൊരു സ്ഥലത്തും ഇങ്ങനെ ലാഭമായിട്ടല്ല അത് പ്രവർത്തിക്കുക. അതിന് വേറൊരു സോഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. ആ സോഷ്യൽ ഫംഗ്ഷൻ വേണ്ടതില്ല തീരുമാനിക്കുക. അതേസമയം തന്നെ കുറഞ്ഞത് KSRTCക്ക് 1500 കോടി രൂപ അധിക ബാധ്യത വരുന്ന ഒരു ജനപ്രിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു ഫ്രീബി പ്രഖ്യാപിക്കുകയാണ്. ഇത് തമ്മിൽ എങ്ങനെയാണ് യോജിക്കുക? ഇതേ ഡോക്യുമെന്റ് കൊച്ചി മെട്രോ പ്രതി മാസം 35 കോടി രൂപ നഷ്ടം വരുത്തുന്നുണ്ട്. അപ്പോൾ ഇനി കോഴിക്കോട് മെട്രോ വരാൻ പോണു, തിരുവനന്തപുരം മെട്രോ വരാൻ പോണു. അപ്പൊ അവർ മുന്നോട്ട് വെക്കുന്ന സജഷൻ എന്താ അറിയോ? ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി മാതിരി ഈ മെട്രോ റെഗുലേറ്ററി അതോറിറ്റി വേണം, അവര് തീരുമാനിക്കട്ടെ ഇതിന്റെ നിരക്കുകൾ എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം നവലിബറൽ അജണ്ടയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതേപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിശകലനത്തിനകത്ത് ആ ഡോക്യുമെന്റ് മുന്നോട്ട് വെക്കുന്ന സംഗതിയുണ്ട്. സ്ട്രാറ്റജിക് മേഖലയിൽ ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പന്റ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? This just disinvestment. This just unbundling of the public sector enterprises. അൺബണ്ടിൽ ചെയ്യുക, നിങ്ങൾ ഓഹരി വയ്ക്കുക. അതാണ് ശ്രീ സതീശൻ പറയുന്നത്, എനിക്ക് ഖജനാവ് നിറയ്ക്കാൻ വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ നിർമ്മല സീതാരാമൻ എന്ത് വഴിയാണോ സ്വീകരിക്കുന്നത് അതേ വഴി സ്വീകരിക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ മാർഗം എന്ന് തെളിയിക്കുന്നതിനുള്ള ന്യായീകരണ പത്രികയാണ് ഈ രേഖ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മെട്രോയ്ക്ക് റെഗുലേറ്ററി അതോറിറ്റി കൊണ്ടുവരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ടും വാട്ടർ അതോറിറ്റിയൊക്കെ ലാഭകരമല്ല എന്ന പ്രസ്താവന നടത്തുന്നത്. അതുകൊണ്ടാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് പ്രത്യേകമായി എടുത്തുകൊണ്ട്. ഇതാണ് രാഷ്ട്രീയമുള്ള ഡോക്യുമെന്റ്. ആരുടെ രാഷ്ട്രീയം? വലതുപക്ഷ നവലിബറൽ രാഷ്ട്രീയം അപ്പാടെ അജണ്ടയാക്കിയ, അന്തസത്തൊക്കെ ആയാക്കിയ ഒരു മുന്നണിയുടെ രാഷ്ട്രീയ രേഖയാണത്. അതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ. ഇനി സ്ട്രാറ്റജിക് അല്ലാത്ത മേഖലകൾ ഡിസിൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു അനുമാനം പറയാണ്, മോണസൈറ്റുള്ള കരിമണൽ സ്ട്രാറ്റജിക് മിനറലായിരുന്നു നേരത്തെ. പൊതുമേഖലയിൽ മാത്രമേ ഖനനം ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ, പൊതുമേഖലയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. മോണസൈറ്റ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അതിൽ അമെൻമെന്റ് വന്നിരിക്കുന്നു, ഇൻഡോ US എഗ്രിമെന്റ് വന്നിരിക്കുന്നു. ആ കരാറ് പ്രകാരം കരിമണലിനകത്ത് ഉള്ള ആ സാധനം സ്ട്രാറ്റജിക് ആയിട്ടുള്ള എന്ന് മാറിയിരിക്കുന്നു. എന്താ സംഭവിക്കുക? KMML, the most profit making PSC of the Kerala, is going to be unbundled, disinvested. എടുക്കാൻ ആളുണ്ട്, അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണത്, ഇൻഡസ്ട്രിയാണ്. അതുപോലെ എത്ര വേണമെങ്കിലും പറയാം. ഇതാണ് തന്ത്രം, ഇതാണ് അവർ സ്വീകരിക്കുന്ന രീതി.